പറഞ്ഞത്. ഞാൻ പോവില്ല, എനിക്ക് പുതിയ പെൻസിൽ വേണം. ഇതുകൊണ്ട് പോവാൻ നിന്നോടാ പറഞ്ഞത്. വേണ്ട, എനിക്ക് പുതിയ പെൻസിൽ വേണം. അവളുടെ അഹമ്മതി ഉണ്ടോ? ഈ പെൻസിൽ എന്താ കുഴപ്പം? തൊടുത്ത് എറിഞ്ഞിരിക്കുന്നു അഹങ്കാരി. എന്താ എന്താ ഇവിടെ? ഈ പെൻസിൽ ചെറുത്, എനിക്കിത് വേണ്ട. പിള്ളേര് കളിയാക്കുക. നീ ഇതുകൊണ്ട് പോകുന്നതോ അതോ രണ്ട് കിട്ടണം? നിങ്ങളാ അവളെ. ഒന്ന് പോടി അവിടെ. രാവിലെ മനുഷ്യനെ മെനക്കെടുത്താൻ ജോലി ചെയ്യാനും സമ്മതിക്കല. ഓ, 2-3 ആഴ്ച കുത്തിയിരുന്നിട്ട് ഒരു വരി എഴുതിയില്ലല്ലോ. അതിപ്പോ എന്റെ കുറ്റാ. അതാ ബസ് ഒന്നും കൊണ്ടാക്ക്. നടക്കങ്ങോട്ട്. ഇതിവിടെ കൊണ്ടുപോയിക്കോ. കയറിക്കോ. ഒന്ന് ഫോൺ അടിച്ചേടും. ആരും അറിയണ്ട, ഞാൻ പോരാ. ആ സുമാരുള്ളയാന്ന് തോന്നുന്നു. നോക്കി ഉണ്ടല്ലോ. ആരിത്? പിള്ളേച്ചനോ? എവിടെ നിന്ന് വരുന്നു? ഇന്നലെ എവിടെ ആയിരുന്നു പ്രോഗ്രാം? പാരിപ്പള്ളി. വരുന്ന വഴിയാ. ഒരുമാതിരി അലന്ന ഓഡിയൻസ്. അമ്പലപ്പറമ്പല്ലേ? ഇരിക്കെ. മാലയൊരു ചായ. ചായ ഒന്നും വേണ്ടോ കുഞ്ഞെ? വേണ്ട. പല്ല് പോലും തേച്ചിട്ടില്ല. പിള്ളേച്ചൻ ഇരിക്കേ. ഇരിക്കാനൊന്നും സമയമില്ലെന്ന്. ഇതുങ്ങളെല്ലാം ഒന്ന് കുളിപ്പിച്ചെടുത്ത് 3 മണിക്ക് മുമ്പ് കോളേജിൽ എത്തണം. 6 മണിക്ക് കളിയാ. 6 3 9. 9 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടാലേ 1 മണിക്ക് ചാലക്കുടി ചെന്ന് ചട്ട കയറാൻ പറ്റൂ. ആ സാധനങ്ങള് എഴുതിയിട്ടില്ല. ശരിയായില്ല. സബ്ജക്റ്റ് ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ. താൻ പിന്നെ എന്തോ ആലോചിച്ചുകൊണ്ട് അടുത്ത ആഴ്ച റിഹേഴ്സൽ വെച്ചോളാൻ പറഞ്ഞത്. ഞാനാണ് എല്ലാം അറേഞ്ച് ചെയ്തു. ഉദ്ഘാടന പ്രോഗ്രാമും കൊടുത്തു. സബ്ജക്റ്റ് ആയി വരുന്നേ ഉള്ളെന്ന്. എവിടുന്ന് വരാനാ? ആകാശത്ത് പൊട്ടു വീഴുന്നു. ആലോചിക്കണേ. ആലോചിച്ചാലേ വരൂ. അത് തന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. ആലോചിച്ചാലേ വരൂ. മനുഷ്യനാ, കമ്പ്യൂട്ടർ ഒന്നും അല്ല സ്വിച്ചിടും പഞ്ഞോട്ട് വരാൻ. ഇതൊക്കെ അഡ്വാൻസ് ചുള പോലെ എന്നെ വാങ്ങിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ പുളിച്ചു തരാമെന്ന് താനല്ലേ പറഞ്ഞത്? വേണ്ടായിരുന്നല്ലോ. കുഞ്ഞങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. കൊച്ചന്തിയെ പൊടി. അവള് സ്കൂളിൽ പോയി. അയ്യോ, പറഞ്ഞ പോലെ മണി 9 ആയല്ലോ. താൻ കാര്യം ചെയ്യ്, എഴുന്നേറ്റെ. എന്റെ കൂടെ വാ. നമുക്ക് ആ പഴയ സ്ഥലത്ത് പോയിരുന്ന് എഴുതാം. കുഞ്ഞെ കുഞ്ഞെ, ഇവിടെ ഇരുന്ന് അയാൾ പണി ചെയ്ത് തരത്തില്ല. ഒരാഴ്ച എനിക്കൊന്ന് വിട്ടതാ. കഴിഞ്ഞ 2 നാടകവും അവിടെ ഇരുന്ന് അയാൾ എഴുതിയത്. അവിടെ ഇരുന്നാൽ ഇയാൾക്ക് എടുത്തു വരൂ. ഞാനൊന്ന് കൊണ്ടുപോട്ടോ. എന്താ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഞാൻ ബിഷംബറിനോട് ഒരു ടാക്സി എടുത്ത് ഇങ്ങോട്ട് വരാൻ പറയാം. നിങ്ങൾ ഉച്ച കഴിഞ്ഞ് പുറപ്പെട്ടാ മതി. അതൊന്നും വേണ്ട. ഞാൻ ബസ്സിലേക്ക് വന്നോ. വരുമല്ലോ. ചതിക്കല്ലേ? അപ്പോ ഞാൻ ഇറങ്ങട്ടെ. വിട്ടേക്കണേ. നീ ആ പെട്ടിയിൽ അത്യാവശ്യം സാധനങ്ങൾ എടുത്ത് വെക്കും. 10:30 മണിക്കൊരു ബസ്സുണ്ട്, അതിലങ്ങ് പോവാ. തുടങ്ങി. പിന്നെ നിന്റെ മോഹം കണ്ടോണ്ടിരുന്ന എഴുത്തു പരിപാടി. അതൊന്നുമല്ല. അവിടെ ആവുമ്പോ പലതിനും സൗകര്യം ഉണ്ടല്ലോ. ആരും അറിയത്തൂല്ല. കണ്ടോ കണ്ടോ, മനസ്സിന്റെ ഒരു ദുഷ്ചിന്ത. ഒരു കാര്യം ചെയ്യ്, ശനിയും ഞായറും മോക്ക് അവധിയാണല്ലോ. നീ വീട്ടിൽ പോയിക്കോ. പോകുന്ന വഴി അതിലെ വാ. പോരെ? തമ്പി സാറോ? ബസ്സിലാണോ വന്നേ? എങ്കിൽ റോഡിലോട്ട് വരുമായിരുന്നല്ലോ. പിള്ള സാറൊന്നും പറഞ്ഞില്ല. രാവിലെ പിള്ള സാറിനെ തല്ലി ഓടിച്ചില്ലേ? ചെല്ലടാ, നീ ചെന്നാലേ തമ്പി സാറിന് പറ്റത്തുള്ളൂ എന്ന് ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞിരുന്നല്ലേ? കേട്ടോ സാറേ, നമ്മുടെ കട്ടമ്പലി കുട്ടപ്പൻ ഇങ്ങോട്ട് വരെ ഐഡിയ ഉണ്ടായിരുന്നു. പിള്ള സാർ സമ്മതിച്ചില്ല. വരട്ടെ. എടാ, വിശ്വംഭരനെ സാറിന്റെ പാങ്ങും പടുതിയും ഒക്കെ അറിയാവുള്ളൂ എന്ന്. നേരെ എന്റെ പൊന്നു സാറേ, ഞാൻ രാവിലെ വന്ന് എന്ത് പാടുപെട്ടെന്നോ ഇവിടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ. സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ? അതൊട്ടില്ല താൻ. പിന്നെ സാറിന് വേണ്ടിയാണല്ലോ എന്ന് ഓർത്തപ്പോ ഞാൻ എന്ത് ചെയ്തു? സാർ വരണം. എന്റെ കൃതികളിലും സാറിന്റെ ശൈലിയുടെ ഒരു ഇതുണ്ടെന്നാ എല്ലാരും പറയുന്നത്. വന്നു പോകും, സ്വാഭാവികം. തന്റെ കൃതിയോ?
ഞാനും ചില ഏകാംഗങ്ങൾ ഈയിടെ എഴുതി തുടങ്ങി സാറേ. ആ. വായനശാല വാർഷികത്തിന്, അയ്യപ്പൻ ചെറുപ്പിന്. പൊന്നു സാറേ, അബദ്ധത്തിന് പോലും ഇക്കാര്യം പിള്ള സാറിനോട് പറയല്ലേ. എന്താ തന്റെ പരിപാടി? എനിക്കെന്ത് പരിപാടി, പഴയത് തന്നെ. സാറിന്റെ കാര്യങ്ങൾ നോക്കിയിരിക്കുക. ഊണുണ്ടോട്ടെ സാർ? വേണ്ട, ഞാൻ കഴിച്ചു. ഓഹോ. താൻ ഒരു കാര്യം ചെയ്യും, ഓഫീസിൽ ചെന്ന് ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയും. എനിക്കൊന്ന് കിടക്കണം, എഴുത്തൊക്കെ വൈകിട്ടാ. അപ്പൊ ഈ പെട്ടി അവിടെ ചെക്ക്. അപ്പോഴേക്ക് ഞാനും എത്താം, പതിവ് ചിട്ടവട്ടങ്ങളോടെ. $50,000 രൂപയും 50 പവന്റെ സ്വർണവും തന്ന എന്റെ അച്ഛൻ എന്നെ ഇങ്ങോട്ട് അയച്ചത്. എന്റെ മോനൊരു സ്കൂട്ടറും പിന്നെ ഒരു ഫ്രിഡ്ജും തരാൻ നിന്റെ അച്ഛൻ പറഞ്ഞല്ലേ? നീ ചോദിച്ചോ? വീടും പറമ്പും വിറ്റാലുടനെ അത് ഇവിടെ എത്തിച്ചു തരാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ അച്ഛൻ പറഞ്ഞാൽ വാക്ക് മാറ്റുന്നവനല്ല. ഫ്രിഡ്ജ് ഇവിടെ ഉണ്ടല്ലോ അമ്മേ, അതിന് പകരം ഒരു വാഷിംഗ് മെഷീൻ തരാൻ പറ. തുണി അലക്കുന്ന യന്ത്രം. അതിന്റെ ആവശ്യമില്ലല്ലോ മോളെ, ഇവിടെ ഉണ്ടല്ലോ ഇവിടെ അലക്കാൻ. അതിനല്ലമ്മേ, എന്നെ കെട്ടിച്ചിടുമ്പോ എനിക്ക് അതും കൊണ്ട് പോവാലോ. അത് നേരാ, ഞാൻ ഓർത്തില്ല. എന്നാ പിന്നെ ഐസ് വട്ടിക്ക് പോയാൽ അലക്ക് വട്ടി പോയി നിന്റെ അച്ഛൻ ഇന്നേ എഴുതിയാരെ. ഒരാഴ്ചക്കുള്ളിൽ സാധനം ഇവിടെ എത്തിയില്ലെങ്കിൽ, ഒരാഴ്ചക്കുള്ളിൽ ഈ പറഞ്ഞ സാധനങ്ങൾ എത്തിയില്ലെങ്കിൽ ഇവളുടെ ഏത് ഭാഗത്താ മോനെ നീ ഇടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നേ? ഇടി നിർത്തിയമ്മേ, ഇനി തൊഴിക്കാം. ഇവളുടെ അടിവയറ്റിനിട്ട് തൊഴിക്കാം. എന്റെ വയറ്റിൽ നിങ്ങളുടെ കുട്ടിയുണ്ട്. അതുകൊണ്ടാണല്ലോ അവിടെ തന്നെ തൊഴിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. നിങ്ങളൊരു ഭർത്താവാണോ? അല്ലടി, ഞാൻ എന്റെ അമ്മയുടെ മകനാ. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോനെ. നീയാണടാ ശരിയായ പുരുഷൻ. ഇവിടെ അച്ഛൻ പറഞ്ഞ സാധനങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ എത്തിയില്ലെങ്കിൽ നീ എങ്ങനെയാ ഇവിടെ തൊഴിക്കാൻ പോന്ന് കാണിച്ചേ? താനടിക്കുന്നില്ലേ? എടുത്ത് കഴിക്കണോ? സാറ് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ കൊല്ലം ഇവിടെ വന്നു. കഴിഞ്ഞ കൊല്ലം വന്നു. നമ്മൾ നാടകം എഴുതുകയും ചെയ്തു, നല്ലവണ്ണം ഓടുകയും ചെയ്തു. പക്ഷെ അന്നും തുടങ്ങാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, സ്റ്റാർട്ടിങ് ട്രബിൾ. ആര് വന്നേച്ചു പോയപ്പോഴാ സാറിനൊരു മൂഡ് വന്നത് ഓർമ്മയുണ്ടോ? താൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, വേറൊരാള് വന്നില്ലേ? വിളിച്ചോണ്ട് വരട്ടെ? വേണ്ടടോ, അതൊക്കെ വെറുതെ മെനക്കേടാവും. ഒരു മെനക്കേടുമില്ല സാറേ. സാറെന്ന് പറയുമ്പോ അവൾക്ക് വലിയ സന്തോഷമാകും. അവിടെ നാടകത്തിന് വന്നിരുന്നു, വിളിച്ചോണ്ട് വരട്ടെ? എന്നാലും ചെയ്. Sure.